ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 7 ശ്ലോകം 14. ദൈവീഹേഷാ ഗുണമയി മമ മായാ ദുരത്യയാ മാമേവയേ പ്രപദ്യന്തേ മായാമേതാന്തരന്തിതേ. ഗുണമയിയും ദൈവിയുമായ എൻ്റെ ഈ മായ തരണം ചെയ്യപ്പെടാൻ വളരെ പ്രയാസമുള്ളവൾ തന്നെയാണ്. ആരാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവർ മായയെ തരണം ചെയ്യുന്നു. ഇവിടെ ത്രിഗുണങ്ങളുടെ വികാരങ്ങളാണ് നമ്മളെ മോഹിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകര് പരമമായ സത്യത്തെ അറിയുന്നില്ല. അപ്പം മായാതരണത്തിനുള്ള ഉപായം എന്താണെന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദൈവീഹേഷ ഗുണമയി മമ മായാ ദുരത്യയ. അത് ദൈവീ ആണ്. ദൈവി എന്ന് പറയുമ്പോൾ ദേവൻ്റേത് എന്നർത്ഥം. ദേവൻ എന്ന് പറഞ്ഞാൽ ദ്യോതനാഥ് ദേവ. സർവപ്രപഞ്ചത്തെയും പ്രകാശിപ്പിക്കുന്നവനാരോ അയാളാണ് ദേവൻ. ഘടോപനിഷത്തിൽ പറയുന്നത് പോലെ തസ്യ ഭാസ സർവമിതം വിഭാതി. അതിൻ്റെ പ്രകാശത്താലാണ് എല്ലാം പ്രകാശിക്കുന്നത്. എന്നിട്ട് പറയുകയാണ് ഗുണമയിയാണ്. ഗുണമയി എന്ന് പറഞ്ഞാൽ സാത്വികം, രാജസികം, താമസികം എന്നീ ഗുണങ്ങളാൽ ലിപ്തമാണത്. അതുകൊണ്ട് ദൈവീയും ഗുണമയിയുമായ മായയെ മമ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അതായത് ഈശ്വരൻ്റെ അനന്യശക്തിക്ക് പറയുന്ന പേരാണ് മായ. ഈശ്വരൻ രണ്ടില്ല. ഈശ്വരം യത് കരോതി ഇത് ഈശ്വരൻ. രണ്ട് ഈശ്വരൻ ഒരിക്കലും സംഭവ്യമല്ല. ഈശ്വരൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ്. സർവത്തിനെയും നിയന്ത്രിക്കുന്ന സർവേശ്വരൻ പരമേശ്വരൻ അത് ഏകമാണ്. രണ്ട് ഈശ്വരൻ ഉണ്ടെങ്കിൽ, രണ്ട് നിയന്ത്രിക്കുന്നതുണ്ടെങ്കിൽ അത് സർവേശ്വരനാവില്ല, പരമേശ്വരനാവില്ല. അപ്പോൾ എന്തായിരിക്കും? അത് അല്പേശ്വരനാവും. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത് ഒന്നേ ഉണ്ടാവുള്ളൂ. രണ്ട് ഈശ്വരന്മാർ സംഭവ്യമല്ല. ഉണ്ടെങ്കിൽ ഒരു ഈശ്വരന് അനീശ്വരത്വം സംഭവിക്കും. അതുകൊണ്ട് ഈശ്വരതത്വം ഏകമാണ്. അങ്ങനെയുള്ള ആ ഈശ്വര ഭിന്നമായി വാസ്തവത്തിൽ ഒരു മായയുമില്ല. എന്നാൽ ഈശ്വര ഭിന്നമായി ഉണ്ട് എന്ന് തോന്നിക്കുകയാണ് മായയുടെ പണി. വാസ്തവത്തിലില്ല. മായാന്തു പ്രകൃതിം വിദ്യാത് മായിനം തു മഹേശ്വരം. എങ്ങനെ അത് മനസ്സിലാക്കാം? അതായത് ഈ പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രകർഷേണ പഞ്ചത്വം യഥാ തഥാ ഇതി പ്രപഞ്ചം. നാമരൂപാത്മകമായത്. നാമമുണ്ടോ രൂപമുണ്ട്, രൂപമുണ്ടോ നാമമുണ്ട്. അപ്പോൾ ഈ രൂപനാമങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുകയാണ്. അത് തന്നെയാണ് സത്യമെന്ന് വിചാരിക്കുകയാണ്. അതിനുപരി നമുക്ക് എത്താൻ സാധിക്കുന്നില്ല. അത് പല വിധത്തിൽപ്പെട്ട വിലാസങ്ങളോടുകൂടി രൂപങ്ങൾ കാണിച്ച് അതുപോലെ തന്നെ നാമങ്ങളിലൂടെ നമ്മളെ ബന്ധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ സത്യം എന്ന് വിചാരിച്ച് ശരീരം തുടങ്ങിയ ഉപാധികൾ നമ്മളല്ല എന്ന് ബുദ്ധിതലത്തിൽ അറിഞ്ഞാൽ പോലും അവയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ശരീരം എൻ്റെയാണ്, അഥവാ ഞാനാണ് എന്നുള്ള അഭിമാനത്തോടു കൂടി അതിൽ വശകരായിത്തീരും. ഞാൻ വെളുത്തത്, ഞാൻ കറുത്തത്, ഞാൻ സന്യാസി, ഞാൻ സാധാരണക്കാരൻ, ഞാൻ സ്ത്രീ, ഞാൻ പുരുഷൻ, ഇങ്ങനെയൊക്കെ ഈ ശരീരത്താൽ നമ്മൾ ഈ രൂപനാമങ്ങളിൽ അങ്ങനെ ബന്ധിക്കപ്പെടുകയാണ്. അങ്ങനെയുള്ള ഈ മായയെ തരണം ചെയ്യുക എന്നുള്ളത് എളുപ്പമല്ല. ആചാര്യസ്വാമികൾ അതിന് മായാപഞ്ചകത്തിൽ പറയുന്നുണ്ട്. ശ്രുതിശത നിഗമാന്ത ശോധഗാനപ്യഹധനാദി നിദർശനേന സദ്യ കലുഷയതി ചതുഷ്പദാദ്യ ഭിന്നാൻ അഘടിതഘടനാ പടീയസീമായ. നൂറുകണക്കിന് വേദാന്ത വാക്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ആയാൽ പോലും ധനം, അതുപോലെ തന്നെ കാഞ്ചനം, ആകർഷകമായ വസ്തുക്കളൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് തീർത്തും നാൽക്കാലികളുമായി യാതൊരു ഭേദമില്ലാത്തവരായി തീർക്കുന്നു നമ്മെ. അഹഹ, ഘടിക്കാത്തതിനെ ഘടിപ്പിക്കുകയാണ് ഈ സമർത്ഥയായ ഈ മായയുടെ പണി.
അതുകൊണ്ട് അങ്ങനെയുള്ള മോഹജാലങ്ങളിൽപ്പെട്ട് നമ്മൾ കുടുങ്ങിപ്പോവാതിരിക്കാൻ എന്ത് ചെയ്യണം? എളുപ്പമല്ല എന്ന് പറഞ്ഞു തന്നു. എളുപ്പമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എളുപ്പമായ വഴിയിലൂടെ അല്ല, എളുപ്പമല്ലാത്തതിന് കഠിന പ്രയത്നം ചെയ്യണമെന്നർത്ഥം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ദേഹവുമാണ് ഇന്ദ്രിയവും ഒക്കെയുള്ള സംഘാതത്തെ ആരും സത്യമായിട്ട് ഒരു ശാസ്ത്രവും പറഞ്ഞിട്ടില്ല. അതുണ്ടായി നശിച്ചു പോകുന്നതാണ്, അത് നശിക്കാതാക്കാൻ ആർക്കും സാധിക്കില്ല. എന്നിട്ടും ഈ ദേഹാന്ദ്രിയാദി സംഘാതത്തെ ആരും നിലനിൽക്കുന്നതല്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അത് നമ്മൾ എന്ത് ചെയ്യുന്നു? സത്യമാണെന്ന് ആരും പഠിപ്പിക്കാതെ തന്നെ പഠിച്ച് ഭ്രമിച്ചു പോകുന്നു. ശരീരത്തിൽ ശരീരാദി വിഷയങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകുന്നു. ഞാൻ ഇന്നയാളുടെ മകനാണ്, ഇത് ഞാനാകുന്നു എന്നൊക്കെ. എന്നാൽ ആത്മാവാണ് ഞാൻ, ഈ ശരീരമല്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ശ്രദ്ധയും വരുന്നില്ല. അതാണ് ഗടിക്കാത്തതിനെ ഗടിപ്പിക്കൽ. ഇന്ന് വരെ ഒരാചാര്യനും ഒരു ശാസ്ത്രവും പഠിപ്പിച്ചിട്ടില്ല ഈ ശരീരം നശിക്കാത്തതാണെന്ന്. എന്നിട്ടും അത് നശിക്കാത്തതാണെന്ന് വിചാരിച്ച് നമ്മൾ ആരും പഠിപ്പിക്കാതെ തന്നെ അങ്ങനെ ഭ്രമിച്ച് കഴിയുകയാണ്. നശിക്കാത്ത ആത്മാവിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നമുക്ക് ബോധമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നാമരൂപാത്മികയായ ഈ മായയാൽ ബദ്ധരായിട്ട് നമ്മൾ അനിത്യത്തിൽ നിത്യഭ്രമവും അശുചിയിൽ ശുചിഭ്രമവും അങ്ങനെ സൂക്ഷിച്ചിട്ട് മലരാശിയിൽ കൃമികൾ എന്ന കണക്കെ ഈ വിഷയപ്രപഞ്ചത്തിൽ കൊരുക്കപ്പെട്ടിരിക്കുന്നു. പഠിക്കുന്നവർക്ക് പോലും ഈ മായാബന്ധനത്തിൽ നിന്ന് ഒഴിയാൻ കഴിയുന്നില്ല. അങ്ങനെ നിയന്ത്രിച്ച് പരിശ്രമിക്കുന്ന ഒരാളെ പോലും, വിവേകിയായ ആളെ പോലും പ്രമഥനം ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ ബലപൂർവകം വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. നൈമിഷികങ്ങളായ സുഖങ്ങളുടെ പിന്നാലെ ശാശ്വതമായ ആത്മവിചാരത്തിനുണ്ടാവുന്ന സുഖത്തെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ നെട്ടോട്ടമോടുന്നു. ആ മായയെ തരണം ചെയ്യിക്കാൻ, ഇത് മായയുടെ പണിയാണ്, ആ മായയെ തരണം ചെയ്യിക്കാൻ എന്താണ് ഉപായം? ഒറ്റ ഉപായമേ ഉള്ളൂ. അവിടെ പറയുകയാണ്, മായയെ തരണം ചെയ്യാൻ അതൊരു മാജിക്കായിട്ട് നമുക്ക് എടുക്കാം. ഒരു മാജിക്കാരൻ പലവിധ മാജിക്കുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ആ മാജിക്കുകൾ എത്ര കണ്ടാലും നമ്മൾ അതിൽ ഭ്രമിച്ചിരിക്കുന്ന കാലത്തോളം വീണ്ടും വീണ്ടും കണ്ടാലും നമുക്ക് അത് മതിയാവുന്നില്ല. പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യം ആ മാജിക്കുകാരൻ എന്ന് ശരണം പ്രാപിച്ചു. ഇതിൻ്റെ ട്രിക്ക് എന്താണ് എന്ന് അയാളോട് ചോദിച്ചു. പറഞ്ഞു തരില്ല, കാരണം അയാളുടെ വരുമാന മാർഗമാണത്. എന്നാലും അയാളൊക്കെ പറഞ്ഞു തന്നു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ ഈ മാജിക്കിൽ ഭ്രമിക്കില്ല, അതിൻ്റെ ട്രിക്ക് മനസ്സിലായാൽ. ഇതുപോലെ ഇവിടെ പറയുകയാണ്, മായയ്ക്ക് അതീശനായ, മാജിക്കിന് അതീശനായ ഈശ്വരനെ, ഈ കാണാകുന്ന ഈ പ്രപഞ്ചമാകുന്ന മാജിക്ക് കാണിച്ച് നമ്മളെ ഭ്രമിപ്പിക്കുന്ന ആ ഈശ്വരനെ, പരമാത്മാവിനെ അനന്യഭാവത്തോടു കൂടി, അന്യഭാവമില്ലാതെ, അത് വളരെ ശ്രദ്ധേയമാണ്. നമ്മളിപ്പം ഈശ്വരൻ അന്യനായിട്ടാണ് കാണുന്നത്. നമുക്ക് എന്ത് തട്ടിപ്പും വെട്ടിപ്പും ചെയ്യാം. അവസാനം ഈശ്വരനെ പോയിട്ട് ദേവനെ പോയിട്ട് നമസ്കരിച്ച് ഭണ്ഡാരത്തിൽ പണം ഇട്ടാൽ വഴിപാട് നടത്തിയാൽ ഒക്കെ കഴിഞ്ഞു. അങ്ങനെയല്ല. ഈശ്വരൻ അനന്യനാണ്, അന്യനല്ല, ദൂരെയല്ല, തന്നിൽ താനായുള്ള ആത്മഭാവമാണത്. അതിനെ വഞ്ചിക്കാൻ ആർക്കും സാധിക്കില്ല. അങ്ങനെയുള്ള അനന്യഭാവത്തോടു കൂടിയ ആ ഈശ്വരനെ, തന്നിൽ താനായും സർവജന്തുക്കളിലും അതായി നിലനിൽക്കൊള്ളുന്ന ആ പരമാത്മാവിനെ ശരണം പ്രാപിച്ചാൽ, ഇത് ദേവതാതലമല്ല. ദേവതകൾക്ക് പോയിട്ട് നമ്മൾ ശിവനായാലും അതുപോലെ തന്നെ വിഷ്ണു ആയാലും ദേവി ആയാലും കുട്ടിച്ചാത്തനായാലും അങ്ങനെയുള്ള എല്ലാ ദേവതകളും ഓരോന്നും കാര്യലാഭത്തിന് വേണ്ടി നമ്മൾ പോവാറുണ്ട്. ഇവിടെ കാര്യഭാവത്തിന് വേണ്ടിയിട്ടല്ല, ഈശ്വരനെ തന്നെ അനന്യമായി ശരണം പ്രാപിക്കുക എന്നാണ് പറഞ്ഞത്. ആകാശാത് പതിതം തോയം യഥാഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം ഈശ്വരം പ്രതിഗച്ഛതി. ആകാശത്തുനിന്ന് മഴ പെയ്യുന്നത് പോലെ ആ മഴ തുള്ളികളെല്ലാം നീർച്ചാലുകളായി, അരുവികളായി അത് ഒരു കടലിൽ ചെന്ന് ചേരുന്നത് പോലെ ഏതു ദേവനെ നമസ്കരിച്ചാലും അത് ഈശ്വരനിലാണ് എത്തിച്ചേരുന്നത്. ഈശ്വര ഭിന്നമായിട്ടൊന്നുമില്ലെന്ന് ആരറിയുന്നുവോ? അപ്പൊ പിന്നെ എന്തിനാ ദേവതാവിശേഷങ്ങളൊക്കെ? ദേവതാവിശേഷങ്ങൾ അവനവന് ഇഷ്ടമുള്ള ഇഷ്ടദേവതകളിലൂടെ അതിലെത്തിച്ചേരാൻ വേണ്ടിയാണ്. ഇതൊന്നും വേറെ വേറെ എന്നുള്ള ഭാവത്തിലല്ല.
അപ്പോൾ വേറെ വേറെ എന്നുള്ള ഭാവത്തിൽ നമ്മൾ ശരണം പ്രാപിക്കാനല്ല, ആ ഏകമായിരിക്കുന്ന ഈശ്വരനിലേക്കുള്ള അനേകം വഴികളുണ്ട്. ആ അനേകം വഴികളിലൂടെ അവനവന് ഇഷ്ടമുള്ള ഇഷ്ടദേവതകളിലൂടെ ആ ഈശ്വരനെ ശരണം പ്രാപിക്കൂ. അങ്ങനെ മാത്രമേ ഈ ദുസ്സാധ്യയായ മായയെ തരണം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അല്ലയോ സജ്ജനങ്ങളെ, ഇവിടെ ഒരു ഉപദേശിക്കുക, നാമരൂപാത്മകവും ഉണ്ടായി നശിക്കുന്നതും ദുഃഖ ദുരന്തപൂർണവുമായ ഈ ലോകത്തിലെ മായിക വിഷയജാലങ്ങളിലൊന്നും കുടുങ്ങിപ്പോവാതെ വിവേകത്തെ ആശ്രയിച്ചിട്ട് ആ മായയ്ക്കുടയവനായവനെ, മായാവിയായ ഈശ്വരനെ അനന്യഭാവത്തിൽ, വേറൊന്നുമില്ലെന്ന ഭാവത്തിൽ ശരണം പ്രാപിക്കൂ. അതിനുള്ള ഏകമായ ഉപായം ഇത് മാത്രമാണ്, ഈ പരമാത്മഭാവത്തെ ശരണം പ്രാപിക്കലാണ്. ആരാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവർ ഈ മായയെ തരണം ചെയ്യുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു പ്രയോജനാന്തരത്തെയും ഇച്ഛിക്കാതെ. പൊതുവെ നമ്മൾ ഈശ്വരാന്വേഷണം ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? നശിക്കുന്നത് കിട്ടാനല്ല, നശിക്കാത്തത് എന്താണ്? ആ പരമാത്മാവ് തന്നെയാണ്. നശിക്കുന്നതിനെ അല്ല നമ്മൾ അപേക്ഷിക്കേണ്ടത്, പ്രാർത്ഥിക്കുന്നത്. നശിക്കാത്ത ഈശ്വരനെ തന്നെ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥന എന്നുള്ള വാക്ക് തന്നെ പ്രകർഷേണ അർത്ഥ്യതേ ഇതി പ്രാർത്ഥന. നല്ലതുപോലെ നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ കഴിയണം. പരിമിതമായ പ്രാർത്ഥനയല്ല, തുച്ഛമായ നശ്വരങ്ങളായ വസ്തുക്കളുടെ പ്രാർത്ഥനയല്ല. അത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖവും ഉണ്ടാവും, നേടുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ദുഃഖത്തോട് കൂടാത്തതൊന്നും വന്നു ചേരുന്നതെല്ലാം പോകുന്നവയാണ്. അതിൽ നിന്നൊന്നും ശാശ്വതമായ സുഖം ലഭിക്കുകയില്ല. നൈമിഷികങ്ങളായ സുഖങ്ങൾ ലഭിക്കും. ആ നൈമിഷികങ്ങളായ സുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന കാലത്തോളം ഈ മായയെ തരണം ചെയ്യാൻ പറ്റില്ല. ആ വിഷയങ്ങളിൽ നമ്മൾ കുരുങ്ങിപ്പോവും. അതുകൊണ്ട് മറ്റൊരു പ്രയോജനാന്തരത്തെയും ഇച്ഛിച്ചിട്ടുള്ളതാവരുത് നമ്മുടെ ഈശ്വരാന്വേഷണം. ഈശ്വരനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം. ഇപ്പം മായ എന്നുള്ളത് ഒരു രോഗമാണ് എന്നെടുക്കുക. ആ രോഗം ബാധിച്ചതാണ് ജീവൻ. ആ ജീവൻ ഈ സംസാര ദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ഈ മായയാൽ ആകൃഷ്ടരായിട്ടാണ്. അപ്പം അതിനെ മാറ്റാൻ എന്താണ് വഴി? അതിന് സംസാര രോഗമരമൗഷധമദ്വിതീയം. ഈ സംസാരത്തിലെ സർവ്വരോഗങ്ങളെയും മാറ്റുന്ന ഒരു വൈദ്യനുണ്ട്, അതാണ് ഭഗവാൻ. ആ രോഗം മാറ്റി തരണമെങ്കിൽ എന്ത് വേണം? അതിന് രോഗത്തിൻ്റെ ഗൗരവത്തെ ചില ഡോക്ടർമാർ രോഗിയെ ബോധിപ്പിക്കും. ഇത് കുറച്ച് പ്രയാസമുള്ള രോഗാട്ടോ, തരണം ചെയ്യാൻ പ്രയാസമാട്ടോ എന്നൊക്കെ പറഞ്ഞു തരും. അത് ചില ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു കൊടുക്കും, രോഗത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കും. എന്നിട്ട് അത് വെട്ടിത്തുറന്ന് പറഞ്ഞതിന് ശേഷം എന്നിട്ട് പറയും അതിന് നല്ലോണം കഠിന പ്രയത്നം ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പരിഹാരവും പറഞ്ഞു തന്നു. എന്താ പരിഹാരം എന്നാണ്? മറ്റെല്ലാം മാറ്റിയിട്ട്, മറ്റെല്ലാ ഭാവങ്ങളെയും മാറ്റിയിട്ട് ഈശ്വരനെ തന്നെ ശരണം പ്രാപിക്കൂ. മറ്റു ദേവതാവിശേഷങ്ങളെ ഒന്നുമല്ല, അതിനൊക്കെ ഉപരി അതിലൂടെയൊക്കെ പ്രാപിക്കേണ്ടത് ഈ പരമമായ സത്യത്തെയാണ് എന്ന ഭാവത്തിൽ ബുദ്ധിയിലെ വ്യാമോഹത്തെയും അത് സൃഷ്ടിക്കുന്ന ദുരിതങ്ങളെയും ഒക്കെ അതിക്രമിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആ പരമേശ്വരനെ ശരണം പ്രാപിക്കൂ. ധ്യാനയോഗത്തെ വിസ്തരിച്ചപ്പോൾ 6-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏകാഗ്രമായ മനസ്സുകൊണ്ട് ആത്മസ്വരൂപത്തെ ധ്യാനിക്കുകയാണ് നേരായ വഴി എന്ന്. അതിന് ആദ്യമായിട്ട് എന്ത് വേണം? മനസ്സിനെ ഏകാഗ്രമാക്കണം. അതിനുള്ള ഉപായങ്ങളും അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഉപായങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നിൽ താനായിരിക്കുന്ന ആ പരമാത്മാവിനെ, സർവത്തിലും അതായി വർത്തിക്കുന്ന ആ പരമാത്മാവിനെ ശരണം പ്രാപിക്കൂ. അതങ്ങ് ദൂരെയല്ല, അതെല്ലായിടത്തുമുണ്ട്, അത് തന്നിലുമുണ്ട്. ഈ തന്നിലുണ്ടെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ശരണം പ്രാപിക്കാൻ എളുപ്പമാണ്. അതിന് എവിടെയും പോണ്ട. തന്നിലില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ ശരണം പ്രാപിക്കാനും പറ്റുന്നില്ല. കാരണം താൽക്കാലികമായ കാര്യലാഭത്തിന് വേണ്ടി നമ്മൾ പോവും, പിന്നെയും വരും, തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തും, എന്നിട്ട് ഭഗവാനോട് പോയിട്ട് പ്രാർത്ഥിക്കും, ഭഗവാൻ കാണുന്നില്ലല്ലോ. അതല്ല, ഇവിടെ ഭഗവാൻ തന്നിൽ താനായി, തൻ്റെ സർവമഹിമയ്ക്കും കാരണം ഭഗവാൻ തന്നെയാണ്. എല്ലാം കാണുന്നുണ്ട് ഭഗവാൻ.
ഭഗവാൻ കാണാത്തതായിട്ട് ഭഗവാനെ ഒളിപ്പിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തന്നിൽ താനായി സർവത്തിലും അതായി വർത്തിക്കുന്ന ആ ഏകമായിരിക്കുന്ന സത്യത്തെ ശരണം പ്രാപിക്കുക എന്നുള്ള ഉപായത്തിലൂടെ അല്ലാതെ ഈ മായയെ തരണം ചെയ്യാൻ ആർക്കും സാധ്യമല്ല.